ഹലോ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു സോപ്പ്, നമ്മുടെ വീടുകളിലെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന സോപ്പ് ഓയിൽ ഞങ്ങൾ നിർമ്മിക്കാൻ പോവാണ്. അതിൻ്റെ ഐറ്റങ്ങളൊക്കെ ഇത് നിങ്ങൾ എഴുതി സ്ലറി, അത് സ്ലറിയാ, അത് രണ്ട് സ്ലറിയാ. ഇത് ഇത് വൈറ്റ് സ്ലറി, ഇത് ബ്ലാക്ക് സ്ലറി. എഡിറ്റ് ഒന്നും ചെയ്തില്ല, അങ്ങനെ എടുത്തു. അതെ, ഇത് കളറ്. ഇതാണ് നമുക്ക് വേണ്ട. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചോയ്സ് ചെയ്യാം. യെല്ലോ കളറാകാം, ഗ്രീൻ കളറാകാം, കോഫി കളറാകാം. ഇതാണ് നമ്മുടെ കളർ സൈസ്. ഇതെന്തോ പറഞ്ഞു. ഇത് അതിന് നമുക്ക് വേണ്ട സ്മെല്ലുകൾ, സെൻറ്റ് ഇല്ലേ, സെൻറ്റ് ഏത് സ്മെല്ല് വേണം, ലെമൺ വേണോ, ഓറഞ്ച് വേണോ, അതാണ് അതിൻ്റെ. ഈ കൂട്ടാണ് ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പൗഡറിൻ്റെ പേര് പറഞ്ഞു. ഇതിൽ അതിനകത്ത് മിക്സ് ചെയ്യുന്ന സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണ്. ഇതാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ പൗഡർ. ഇത് സോഡ, നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്നതല്ല, നമ്മുടെ ഇതിലെ കാറ്റ്ലിൻ സോഡയാണ്. ഇതാണ് നമ്മുടെ ഓയിലുകളെ എല്ലാം നീക്കം ചെയ്യുന്ന പൗഡറാണ് ഇത്. അടുത്തത് ഇതെന്ത് പൗഡറാണ്? അതും അതുപോലത്തെയാണ്. ഇതും അതിന് കൂടിച്ചേരി വരുന്ന ഒരു കെമിക്കൽ സോഡയാണത്. ഇത് കൂടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ തയ്യാറാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 5 ലിറ്ററിന്റെ അല്ലേ? ഇതിപ്പോ നമ്മൾ എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു ബക്കറ്റ് എടുത്ത് വെക്കുക. ഒരു ബക്കറ്റ് എടുക്കുന്നു. ഇതാണ് 1 ലിറ്റർ. ഇതിന് വന്നിട്ട് നമ്മൾ 4 ലിറ്റർ വാട്ടർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതണ്ടേ ആൾറെഡി വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് മിക്സ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 5 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ആണ്. അപ്പോൾ 4 ലിറ്റർ വെള്ളം, 4 ലിറ്റർ വെള്ളമായി. അപ്പൊ നമ്മൾ ഇതിനകത്ത് ബാക്കി 1 ലിറ്റർ വന്ന് ഇതുകൂടെ ആകുമ്പോൾ അത് 5 ലിറ്റർ ക്ലിയർ ആവും. കല്ല് സോഡ. ആദ്യം നമ്മൾ കല്ല് സോഡ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാണ്. കുഴപ്പമില്ല. സ്മെല്ല് വരും. അത് സാധാരണ സ്മെല്ല് വരും. അതായത് ചുമച്ചിങ്ങനെയൊക്കെ പോവും. അതൊന്നും പറഞ്ഞ് നമ്മൾ പേടിക്കാൻ പാടില്ല. സ്മെല്ല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൗഡർ ഇടുന്നതിന് മുമ്പായി ഇതിനകത്തൊരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നു. അതിനായി നമ്മുടെ ഒരു മാസ്ക് ധരിക്കുകയോ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് തുണി കൊണ്ടോ നമ്മുടെ കെട്ടേണ്ടതാണ്. നല്ല 4 മണിക്കൂർ ഓരോന്നും ഇട്ടതിന് ശേഷം നല്ലതായി ഇളക്കി കൊടുക്കുക. അടുത്തടുത്തേ ഇതോ ഓക്കെ, നമുക്ക് 4 മണിക്കൂറിന് ശേഷം കാണാം. 4 മണിക്കൂർ ഇട്ട ലിക്വിഡിനകത്ത് വീണ്ടും നമ്മൾ അതിനകത്തുള്ള ഈ പത വരാനുള്ള കെമിക്കൽസ് ആണിത്. നമ്മൾ ചേർക്കുകയാണത്. അത് കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സൈഡ് മാത്രം. പത വരുന്നുണ്ട്. നോക്കൂ, ഏകദേശം അതിന് പതകൾ വരുന്നു. പത വന്നില്ലെങ്കിൽ അങ്ങനെ പറയും. പത വന്നില്ലെങ്കിൽ ഷാമ്പു എടുത്ത് വെച്ചു. കുഞ്ഞ ഇച്ചിരി വെള്ളം എടുത്ത് കൈ ഒഴിക്കും. വേണ്ടല്ലേ? കണ്ടോ, ഇതാണ് അതിന്റെ പത വരുന്നത്. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ ബോട്ടിലിനകത്ത് ബോളുകൾ പോലെ നോക്കോ പതം നിൽക്കുന്നത് കണ്ടോളൂ. ഓക്കെ. അടുത്തത് നമ്മൾ നമുക്ക് ഏത് കളറാണ് ഇതിനകത്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഈ പൊടിയോ അത്യാവശ്യം. അപ്പോൾ അടുത്ത നമ്മൾ ചേർക്കാൻ പോവാണ്. ഇതിനകത്ത് കെമിക്കലുകൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. സോഡിയം സൾഫേറ്റ്
മണം വരും. സ്മെല് വരുന്നുണ്ടോ? ചെറിയ സുഗന്ധങ്ങളും ഉണ്ട്. ലെമൺ ഫ്ലവേഴ്സ് അടുത്ത പൊടിയും നമ്മൾ ചേർക്കുകയാണ്. എല്ലാ പൊടിയിലും സമയമായി പോകും. കട്ടി ചെയ്ത് നമുക്ക് 2 പാക്കറ്റ് നമ്മുടെ പാക്കറ്റിനകത്ത് അങ്ങനെ കൂടെ പറഞ്ഞു കൊടുക്കും. ആ മൊത്തത്തിൽ 2 പാക്കറ്റ്. ഇത് ഉപ്പാന്നാ തോന്നുന്നത്. കല്ല് ആദ്യം ഇട്ട് ഇപ്പോൾ ഏതാണ്ട് 2 ഓടിക്കണം. ഫസ്റ്റ് പാക്കറ്റ് സെക്കൻഡ് പാക്കറ്റ്. അടുത്തത് നമ്മൾ അതിന്റെ കളറുകളാണ്. കളറല്ല, ഇതിന്റെ ആ ലെമൺ ഫ്ലേവേഴ്സ് ആണ് ഒഴിക്കാൻ പോകുന്നത്. സ്ലറി ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ. ഇതൊക്കെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പാത്രത്തിന്റെ വെണ്മകളൊന്നും പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ദൈവമേ, ഇത് ഞാനിത് കലക്കി കണ്ണിയൊന്നും വീഴും. കെമിക്കല കണ്ണൊക്കെ പോകും. കണ്ടോ പതഞ്ഞ് കയറി വരുന്ന കണ്ടോ നോക്കൂ. ഇതാണ് ലെമൺ ഫ്ലേവർ. ലെമൺ ഫ്ലേവർ. അടുത്ത ലെമൺ ഫ്ലേവർ ആണ്. ഒരു മിനിറ്റ് തുറന്നു. ഒന്ന് തുറന്നോളൂ. പിന്നെ ഇതെന്തോ കുങ്കുമപ്പൊടി. അത് കളർ. ഇതൊക്കെ തുറന്നു. നമ്മൾ ലൈവായിട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങള് വീണ്ടും അതിന്റെ കളർ ചേർക്കാണ്. ലെമൺ ഫ്ലേവർ. മണം സ്മെല്ല് അതും ഒഴിച്ചു കഴിഞ്ഞു. ഒരിക്കലും കൈയിട്ട് യൂസ് ചെയ്യല്ലേ, ഇതുപോലത്തെ വടിയിട്ട് യൂസ് ചെയ്യുന്ന കലക്കുന്നത്. കൈയിട്ട് യൂസ് ചെയ്യുകയോ മൂക്കിൽ മണം കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കെമിക്കലാണ് ഇതെല്ലാം. സൂക്ഷിച്ച് ചെയ്യുക. അതല്ല ഇപ്പോഴൊന്നും ചെയ്യാൻ പാടില്ല, കാരണം കെമിക്കൽസ് ആണ്. മിക്സിംഗ് സമയം എന്ന് പറയാം. ഇതാണ് മിക്സിംഗ്. ഇതിന്റെ കളർ ഓറഞ്ച് ഇല്ലേ? ഇത് പൊട്ടിക്കണം. ലൈവില്ല. ഇത് ഫുള്ള് ലൈവായിരിക്കും. ആണോ? ഇതാണ് അതിന്റെ കളർ. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിയലായി നോക്കാം. കണ്ടോളൂ. നല്ല സ്മെല്ലേ. കണ്ടോളൂ. ഇതിന്റെ ഈ കെമിക്കൽ തയ്യാറാക്കിയ നമ്മുടെ ആളെ കണ്ടു. ഇതാണ് അതിന്റെ അല്ല, നമ്മളിട്ട് പിങ്ക് ഇതെന്താ മഞ്ഞായി പോയി. മഞ്ഞ കളറാണ്. ഇതാണ് അതിന്റെ പിങ്ക് കളറ്. പക്ഷെ സാഫ്രോൺ അല്ലേ ഇട്ടത്? സാഫ്രോൺ ഇടുമ്പോൾ ഇതാണ് അതിന്റെ കെമിക്കൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന എഞ്ചിനീയർ ആണ് ഇത്. ലാബ് ടെക്നീഷ്യൻ കെമിക്കൽ ISR നിന്ന് പ്രൊമോഷൻ കിട്ടിയ ആളാണ്. പുള്ളികളാണ് ഇതെല്ലാം കെമിക്കലുകൾ ഡിസൈൻ ചെയ്യുന്നത്. സോപ്പ് ഓയില്, വാഷിംഗ് പൗഡർ, ഷാമ്പൂകളെല്ലാം ഡിസൈൻ ചെയ്യും. എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഓഫർ ചെയ്യുക. നമ്മൾ വെൽക്കം. ഇപ്പൊ റെഡിയായെന്ന് പറ. സാധനം റെഡിയായി. ഇങ്ങനത്തെ കാണില്ല. ഒരു മകന്തി വെയിറ്റ് ചെയ്യും. ഞങ്ങളിപ്പോ ഇത് കാണിച്ചത് എങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഈ സാഫ്രോൺ കളർ മിക്സ് ചെയ്തപ്പോൾ മഞ്ഞ ഇപ്പൊ കണ്ടില്ലേ, ഫുള്ള് പ്യുവർ മഞ്ഞ കളർ ലിക്വിഡ് ആയിരിക്കണം. ഞാൻ അതാ വെച്ചത്. എന്താ ഇങ്ങനെ നമ്മൾ 3 ടൈപ്പ് ഓഫ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കാരണം തോന്നുന്നു ഈ കളർ ചെയ്തത്. ഇതാണ് അതിന്റെ നമ്മുടെ ഒറിജിനൽ കളർ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നും നമുക്ക് ഒരു കുപ്പി ബിം വാങ്ങിക്കുന്നതിന്റെ വളരെയധികം ലാഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. നമുക്ക് ഇത് ഒരു വർഷത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു ചെറിയ ഫാമിലി ആയാലും ഒരു 6 months നമുക്ക് ഓടിക്കായത്. അപ്പോൾ എന്തോരം സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്. ബൈ ബൈ. ബെൽ ബട്ടൺ കുത്തി പൊട്ടിക്കാൻ പറ്റും.